പിന്നെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു അച്ഛനെ 10 പൈസ ബാങ്ക് ബാലൻസ് കാണില്ല. അച്ഛന്മാരെ ശമ്പളമൊക്കെ അറിയാലോ അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വിചാരിക്കരുത് കോടികൾ ആസ്തിയായിട്ട് നടക്കണേ. 15,000 രൂപയാണ് ശമ്പളം. ഇപ്പോൾ കുർബാനായിരം അടക്കണമെങ്കിൽ 17,000 രൂപ കിട്ടും. 3,000 രൂപ ഞങ്ങൾ താമസിക്കുന്നതായതുകൊണ്ട് 2,000 രൂപ ചോറിന് കൊടുക്കണം. ബാക്കി വണ്ടിക്കൂലി ഇതൊക്കെ അതിൽ നിന്ന് പോകണം. ഇത് കാശിൻ്റെ ദാരിദ്ര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാവുമ്പോഴും നമ്മൾ കൊടുത്ത് ജീവിച്ചു തുടങ്ങിയ 10 വയസ്സ് ബാക്കി അവനൊരു മാസം കഴിയുമ്പോൾ. പക്ഷെ ദൈവം നടത്തും. കാരണം എന്താ? അവന് വേണ്ടി ജീവിച്ചു തുടങ്ങിയതുകൊണ്ട്. 5 കൊല്ലമായി പട്ടം കിട്ടിയിട്ട്, 5 കൊല്ലമാവും. ഈ 5 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച പാടാ. 1 രൂപ കയ്യിൽ വേണ്ട. എൻ്റെ ബാങ്ക് ബാലൻസ് അറിയിക്കാൻ വേണ്ടി പറയണല്ല, കഴിയുമ്പോൾ എനിക്ക് അവർ തരും വേണ്ട. 21 രൂപയാണ് ഇന്നലത്തോടു കൂടി. അതിലൊരു 1000 രൂപ തീർന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കാശ് എൻ്റെ കയ്യിൽ വരും. ഞാൻ നടക്കണത് അന്തസ് ബൈക്കുമേ. ഈ 20-ൽ ഒരാൾക്കും ഇല്ലാത്ത ബൈക്കാ പിതാവ് എനിക്ക് വാങ്ങി തന്നായിരുന്നു. എന്ത് കണ്ടിട്ടാ? എൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാ? അല്ല, 1,73,000 രൂപ വരെ വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്നു. ബൈക്ക് രൂപതയുടെയാണ്, പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഇരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ 20,000 രൂപ വരെ സിസ്റ്റർ ജൂബിലി കഴിഞ്ഞപ്പോൾ വാങ്ങി തന്ന ചെറുക്കപ്പടിയിൽ. ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ സർവത്ര സാധനവും നാട്ടുകാർ വാങ്ങി തന്നേക്കുന്നത്. 5 പൈസ കയ്യിലില്ലെങ്കിലും ദൈവം നടത്തും. കാരണം നമ്മൾ അവൻ്റെ കൂടെ ഇറങ്ങിയതാണ്. എല്ലാവരും അത് തന്നെയാണ്. എല്ലാ വൈദികരുടെയും സ്വപ്നം അത് തന്നെയാണ്. അവർ നിങ്ങളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊപ്പം ഉണ്ടോന്നാ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വിളിക്കണം. ഇടയ്ക്ക് അച്ഛനെ എന്താ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കൊടുത്തത് വേറെ വല്ലയിടത്തും നിങ്ങളുടെ അച്ഛന്മാർക്ക് കിട്ടും. ഇവിടുന്ന് ഒരാളല്ലോ പട്ടം വാങ്ങിയത്. അങ്ങേർക്ക് ഇത് കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ കൊടുക്കണം, ചോദിക്കണം. കുറവുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമൊക്കെ അച്ഛനുണ്ട്, അച്ഛൻ്റെ ട്യൂണൊന്നും എനിക്ക് ഇഷ്ടമല്ല, അല്ലെ പ്രാർത്ഥന ഇഷ്ടമല്ല. പക്ഷേ അങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ ബലി ഇവിടെ തുടരുന്നത്. ഈ സക്രാരിക്ക് ഒരാൾ കാവൽ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് നിങ്ങളുടെ ഇവിടെ ദൈവം ഇങ്ങനെ വസിക്കുന്നത്. മറക്കരുത്. ഒരു വൈദികനെയും കണ്ണ് നിറയാൻ അനുവദിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറവും ബലഹീനതയുള്ള ഒരുപാട് മക്കളെ ഇന്ന് ദൈവം വിളിച്ചു ചേർക്കുമ്പോൾ ഒരുപാട് വൈദികരെ ഇന്നും കരഞ്ഞും വേദനിച്ചും ജീവിതത്തിൻ്റെ അകത്ത് ഒതുങ്ങി പോകുന്നത് നമ്മൾ കൊടുക്കാത്ത സപ്പോർട്ട് കൊണ്ടാണ്. ഒരു നല്ല വാക്ക് പറയാനായിട്ട്, ബർത്ത്ഡേ വരുമ്പോൾ ഒന്ന് വിഷ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാച്ചാ എന്നൊന്ന് പറയാനായിട്ട് നോക്കണം. അവനെ വിധിക്കാനായി അവർ ഒരുമിച്ച് കൂടിയെന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. 2, ദൈവദൂഷണം പറയുന്ന ഒരു നാവ് അവർക്ക് നൽകപ്പെട്ടു എന്ന് വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. ഓർത്തിരിക്കണം. അടിച്ച് തകർത്ത് കളയുമ്പോൾ നിങ്ങൾ തകർത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരച്ഛനെയാണ്. പക്ഷെ ഒരുപാട് തലമുറകളിൽ അച്ഛൻ നിശബ്ദനാവും. ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛൻ പോയി, അച്ഛനങ്ങ് പണി കൊടുത്തു, ഇരിക്കട്ടെ അങ്ങോട്ട് ഒരു പണി. എന്തിനപ്പം ഇതിലൊക്കെ ഇടപെടാൻ പോയേ? അച്ഛനൊതുങ്ങി. പക്ഷേ ഒരുപാട് മക്കൾക്ക് കിട്ടേണ്ട നന്മകൾ അവിടെ നഷ്ടപ്പെടും. ആ വൈദികൻ്റെ കണ്ണീര് വീഴുന്നിടത്ത് ഭൂമിയിൽ നിന്ന് സ്വർഗവും ഭൂമിയും ഒരുപോലെ ശപിക്കും. അതിന് കാരണം ഇതാ. അതുകൊണ്ട് ഇത്തിരി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ എല്ലാ വൈദികരെയും മാമോദീസ നൽകിയത് തൊട്ട് നമ്മുടെ ഏറ്റവും അടുത്ത കാരണന്മാരെ അടക്കിയ വൈദികരുണ്ട്. ഒരുപാട് വൈദികർ ഒത്തിരി വിഷമത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ ഓർക്കാം. മുറിവേറ്റവർ, തകർത്തവർ, തകർക്കപ്പെട്ടവർ.